ഹായ്. വീഡിയോ എടുത്ത് വെച്ചാ ഞങ്ങളിപ്പോ എല്ലാവരും കൂടി വെറുതെ പുറത്തേക്ക് പോവാ, ജസ്റ്റ് ഫോർ ഔട്ടിങ്. വാവയുണ്ട്, സതീഷുണ്ട്, ഞാനുണ്ട്, അച്ഛനുണ്ട്, ഉണ്ണിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഔട്ടിങ്ങിനായിട്ട് പുറത്ത് ചാടിയിട്ട് ലാസ്റ്റ് എത്തിപ്പെട്ടത് അൽകുതിരയിലാണ്. അൽകുതിരയിൽ ലവ് ലേക്കിൽ പോകാൻ വിചാരിച്ചു. പോയിട്ടുണ്ട്, ഒരു 3 times 4 times പോയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. നല്ല ക്ലൈമറ്റൊക്കെ ആണല്ലോ, പിന്നെ തണവും കുറവുണ്ടായിരുന്നു. കൂടുതൽ തണവ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് അച്ഛനൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ എത്താൻ നമുക്കൊരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന്. എന്നിട്ട് കുറേ അങ്ങോട്ട് എത്താറാകുമ്പോൾ പിന്നെ ഓഫ് റോഡ് പോലെയാണ്, കംപ്ലീറ്റ് റോഡൊന്നും പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ കുറേ ഡ്രൈവ് ചെയ്തു. 2 സൈഡിലും ഡെസേർട്ട്സ് ആയിരിക്കും. കുറച്ച് വണ്ടികൾ നമ്മൾ പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ പോയി. നല്ല ഈ ക്ലൈമറ്റിലൊക്കെ പോകാൻ നല്ലൊരു പ്ലേസാണ്. വീക്കെൻഡ്സിലൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ, ഹോളിഡേയ്സിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്ലേസാണ് കുതിരയിൽ ഈ ലവ് ലേക്ക്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഫുള്ള് ഗ്രീനറി ആയിരിക്കും. 2 സൈഡിലും ഫുള്ള് ട്രീസ് വെച്ചിട്ട് നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലവ് ലേക്കിലേക്ക് മെയിനായിട്ട് കിടക്കുന്ന ഭാഗത്തേക്ക്. അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസേർട്ട് ഏരിയ പോലെയാണ്. ആ ഡെസേർട്ട് ഏരിയ കഴിഞ്ഞ് പിന്നെ ലവ് ലേക്ക് അടുപ്പിച്ച് പിന്നെ ഫുൾ ഗ്രീനറി, നല്ല വേറെ ഏതൊക്കെയോ നാട്ടിൽ പോയൊരു നല്ല ആംബിയൻസ്, നല്ല രസമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ കണ്ട പ്ലാന്റ്സും ട്രീസും ഒക്കെ വെച്ചിട്ട് നല്ല ഗ്രീനറി, നല്ല എഫക്റ്റാണ്. ഇതൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ നാട്ടിൽ നാച്ചുറലായിട്ട്, നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള പോലെ ഇവർ അത് ആർട്ടിഫിഷ്യലായിട്ട് അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക, ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആക്കിയിട്ട്. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. വിൻ്റർ ആയതുകൊണ്ട് ആ ക്ലൈമറ്റും കൂടിയും സൂട്ടബിൾ ആകുമ്പോൾ നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി അങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്കൊരു ക്യാമലിനെ കാണാൻ പറ്റി. ക്യാമൽസ് കുറേ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അടുത്തെവിടെയോ ഫാം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്ലോ ഡൗൺ ചെയ്തു. അപ്പോൾ കണ്ടോ ഇവിടെ നിൽക്കണ ഈ ക്യാമലിൻ്റെ അതിൻ്റെ ആളവിടെ ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പോൾ അയാളായിരുന്നു, നിറച്ച് ക്യാമൽസ് ഉണ്ടായിരുന്നു, അതിനെയൊക്കെ കൊണ്ടുവന്നത് അയാൾ നമ്മുടെ അടുത്ത് സംസാരിച്ചു. എന്നിട്ട് നമുക്ക് ക്യാമലിനെ പുറത്തിരിക്കണോ, റൈഡിൽ പോകണോ എന്നൊക്കെ ചോദിച്ചു. ജസ്റ്റ് അവർക്ക് എന്തെങ്കിലും കിട്ടാൻ പൈസയും കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യണതാണ്. അങ്ങനെ നമ്മൾ വീണ്ടും തൊട്ടടുത്തെത്തി. ആ ഏരിയയിൽ തന്നെ വാഷ്റൂം ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ലവ് ലേക്കിൽ എത്തി കേട്ടോ. ലവ് ലേക്കിൽ നിന്ന് ഇനി കുറച്ചും കൂടി ഉള്ളു. ഇനി ആ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. പാർക്കിങ്ങിന് നല്ല വലിയ സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ലവ് ലേക്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു 1 day, ഹാഫ് ഡേ ആയിട്ട് വരുന്നവർക്ക് വന്ന് അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് പോവാം. അതുപോലെ തന്നെ നമുക്കൊരു ഡേ അവിടെ ഒന്ന് താമസിച്ച് ടെൻ്റ് അടിച്ച് കൂടണമെങ്കിൽ, ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൂടണമെങ്കിലും പറ്റും. ഈ ലവ് ലേക്കിൽ ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഫൊക്കെ എടുത്തിട്ട് നമ്മൾ പോകണം ഉള്ളിലേക്ക്. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് ഈ ലവ് ലേക്കിന്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻറ്റും കാര്യങ്ങളും അതല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാനൊക്കെ പരിപാടി ഇട്ടിട്ട് വരുന്നവരാണെങ്കിൽ ആ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് നടന്നു പോയി നല്ലൊരു സ്പോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അല്ല നമ്മൾ ജസ്റ്റ് വന്നപ്പോൾ, ഞങ്ങൾ ഇന്ന് വന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഒന്ന് സൺസെറ്റ് കണ്ട് പോവാം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നവർക്കും വന്ന് അവിടെയൊക്കെ അവിടെ നിന്ന് ആ പ്ലേസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങനെ പോവാം. കുറച്ച് നേരമൊക്കെ ഇരിക്കണമെങ്കിൽ ഇരുന്ന്, ഇപ്പോൾ കുക്ക് ചെയ്തില്ലെങ്കിലും ഗ്രില്ല് ചെയ്തില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ചെയർസൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നേരം സൺസെറ്റൊക്കെ കണ്ടിങ്ങനെ ഇരുന്നിട്ട് പോവാം കേട്ടോ. നല്ല പ്ലേസാണേ. ഇപ്പോൾ ഇത് എൻട്രൻസിൽ കൂടെ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് സീൻ ഇതാണ്. അവിടെ ഒരു പോണ്ട് പോലെ വലിയ ലേക്ക് പോലെ ഉണ്ടാക്കിയിരിക്കുവാണേ. അവിടെ ഫുള്ള് നല്ല വലിയ ഫിഷസാണ്. നല്ല എന്താ പറയുക, നല്ല തടിയുള്ള ഉണ്ടപ്പം ഫിഷുകൾ നിറച്ച്.
പിന്നെ ഇവിടെ രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്ക് വേ ഉണ്ടല്ലോ, ഈ വാക്ക് വേയിൽ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ നമ്മൾ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ വന്നപ്പോൾ. കണ്ട് നിറച്ച് ഫിഷുകൾ, നിറയെ ഉണ്ട് ഫിഷുകൾ. ഒരുപാട് ഭയങ്കര റഷൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, എന്നാലും ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാർ വന്നൊക്കെ തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു ഈവനിങ്ങിൽ ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ എത്തി തോന്നുന്നു. 5 അല്ല, അതിന് മുന്നേ എത്തി തോന്നുന്നു. കണ്ട നല്ല ആംബിയൻസാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ നിന്നു എൻജോയ് ചെയ്തു. കുറച്ച് നേരം അതൊക്കെ കണ്ട് കുറച്ച് ഫിഷ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാനുള്ളൊരു ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. അവിടെ കണ്ട മുകളിൽ കണ്ട സോക്സ് ഊരിയിട്ട് പിടിക്കേ ഷൂ വരുമ്പോഴേ. അവിടെ എത്തി കഴിയുമ്പോൾ നമ്മൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കുറച്ചങ്ങ് മേലെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലേക്ക് നമ്മളങ്ങ് ക്രോസ് ചെയ്യണം. 2 പ്രാവശ്യം നമ്മളത് ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഷൂസും ചപ്പൽസൊക്കെ അത് കയ്യിലെടുത്ത് പിടിച്ച് അങ്ങനെ വേണം ക്രോസ് ചെയ്യാൻ വേണ്ടി. കാരണം ഏകദേശം നമ്മുടെ ഒരു മുട്ടിൻ്റെ അവിടെ ഇല്ല, അതിന് താഴെയായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ. അവിടെ നിന്നൊരു ചെറിയൊരു കയറ്റുണ്ട്, അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. പക്ഷെ നല്ല രസമായിരുന്നു. നല്ല നല്ല നമ്മളിന്ന് കറക്റ്റ് ആ ലേക്കിൻ്റെ നടുഭാഗത്തെത്തും അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ. ഇത് വലിയ ലേക്കാണ്, അത് ഒരുപാട് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നുണ്ട്. ആ ലേക്കിലൊക്കെ കണ്ട അങ്ങനത്തെ ഫൗണ്ടൈൻസ് ഫുൾ ഹാർട്ട് ഷേപ്പ്. ലവ് ലേക്കിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ഥലത്ത് ഈ ഹാർട്ടിൻ്റെ ഷേപ്പ് വെച്ചിട്ടുണ്ട്. കുറേ പേർക്ക് നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം. കണ്ട ഇനി ഇവിടെ നിന്ന് ഈ ലേക്ക് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ മേലേക്ക് പോയിട്ടാണ് നമ്മൾ ആ വ്യൂ പോയിന്റിലെത്തുക. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഒരു സൺസെറ്റ് കാണാമെന്നായിരുന്നു. മുകളിലെത്തിയിട്ട് സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ധൃതി കൂട്ടുമായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരു ചതി പറ്റി. കാരണം സൺസെറ്റ് കിട്ടിയില്ല, ക്ലൗഡ്സ് വന്ന് മറഞ്ഞുപോയി. വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രഡിക്ഷനും കൂടിയും വേണമല്ലോ. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ അങ്ങനെ പക്ഷെ മുകളിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇച്ചിരി നേരം നിന്ന് താഴ്ത്തിക്കുന്നു. കണ്ടാൽ കറക്റ്റ് കിട്ടിയില്ല ആ സൺസെറ്റ്. ഇവിടെ ലവ് ലേക്കിൽ മെയിനായിട്ട് കാണാൻ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആ ലേക്ക്, ആ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ലേക്ക്, പിന്നെ കുറേ സീറ്റിംഗ് ഏരിയാസ് ഉണ്ട്. ഇതിവിടെ മേലെ തന്നെ കണ്ടോ കുറേ സീറ്റിംഗ് ഏരിയാസ് ഉണ്ട്, പിന്നെ കുറേ പിക്ചേഴ്സ് എടുക്കാം. അപ്പാർട്ട് ഫ്രം ദിസ് എന്താ പറയുക, ഫുൾ പീസ് ഓഫ് മൈൻഡിൽ കുറേ നേരം നമുക്ക് സൺറൈസ് ആണെങ്കിൽ സൺറൈസ്, സൺസെറ്റ് ആണെങ്കിൽ സൺസെറ്റ്, ആ ഒരു ആംബിയൻസിൽ നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കാം. ഒരു നല്ല ഈവനിങ്ങോ നല്ല മോർണിംഗോ ഒക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ആർക്കായാലും കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് വരിക, കുറച്ച് നേരം ഇരിക്കുക, ചെയർസൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഒരു ഈവനിങ്ങും മോർണിംഗും ഒക്കെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു പ്ലേസാണ്. ഇനി ഞങ്ങൾ പോകുമ്പോൾ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ ആയിട്ട് പോവും. ഈ വിൻ്റർ ക്ലോസ് ചെയ്യണതിന് മുമ്പ് നമ്മൾ ഇനിയും പോയിട്ട് നമ്മൾ അവിടെ ഹോൾട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു നല്ല ഈവനിങ് ആയിരുന്നു. എല്ലാവരും നന്നായി എൻജോയ് ചെയ്ത് ഞങ്ങളിതേ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. 6 o'clock കഴിഞ്ഞു. അങ്ങനെ ഇതേ പോകുന്നു. ഇത് ഇനി വീണ്ടും അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വീണ്ടും നമ്മൾ ലേക്ക് ക്രോസ് ചെയ്തിട്ട് അവിടേക്ക് എത്തണം. അങ്ങനെയാണ്. ഫുൾ ഗ്രീനറിയാണ്, ഫുൾ ട്രീസും
ഉണ്ട്. താറാവുകൾ ഒരുപാട് കാണാം കേട്ടോ. അതുപോലെ തന്നെ അരയന്നത്തിനായാലും അങ്ങനെ നല്ല ആംബിയൻസ്. കുറേ ഇല്ല അരയന്നങ്ങൾ, അങ്ങനെ കുറേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരിവിടെ ഒക്കെ ഫുള്ള് ഹാർട്ട്സ് ഉണ്ടാക്കി വെച്ചിരിക്കുവാണ്. എവിടെ നടക്കുന്നെന്തെങ്കിലും അതിന്റെ കാലുകൊണ്ട് തുഴയേ